ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എ ലൈൻ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. ഇവിടെ ഏറ്റവും ആദ്യം ഞാൻ തയ്ക്കുന്നത് നമ്മുടെ ക്യാൻവാസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതാണ്. ആ സൈഡിൽ നമ്മൾ എക്സ്ട്രാ ഒരു പീസ് പോലെ ചെറുതായിട്ടൊരു 1/2 ഇഞ്ചിൻ്റെ അടുപ്പിച്ച് സ്പേസ് വിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഉള്ളിലേക്കാക്കി മടക്കി വെച്ച് കൊടുക്കുവാണ്. നിങ്ങൾ ഒത്തിരി പേർക്ക് ഇതൊക്കെ അറിയായിരിക്കും, പക്ഷെ ഞാനിത് കാണിക്കുന്നത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പീസ് ക്യാൻവാസ് അടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പീസ് കട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ത്രെഡിനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ തയ്ക്കുന്ന ഫ്രണ്ട് പീസാണ്. ഈ ഫ്രണ്ട് പീസിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ യു പോലെ വന്നിട്ട് ഒരു വി കട്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് ഭാഗം ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴേക്കും ഒരു സൈഡിൽ ഇങ്ങനെ ചുളുക്കം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ. അങ്ങനെ നമ്മൾ 2 ക്യാൻവാസും സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇപ്പോഴും ഞാൻ ത്രെഡിനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ലീവിൻ്റെ താഴത്തെ ഭാഗമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ചരിച്ചൊരു കട്ടിങ് നമ്മൾ താഴെ ഫോൾഡിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും എന്തോരം നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളത്. അതായത് 1 ഇഞ്ചാണ് നമ്മൾ താഴേക്ക് മടക്കി അടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ആ സൈഡിൽ നമ്മളിങ്ങനെ ചരിച്ച് വെട്ടുമ്പോഴേക്കും ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നമുക്കിതുപോലെ മനസ്സിലാവും പെട്ടെന്ന്. മറ്റേത് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുകയൊക്കെ വേണ്ടേ എപ്പോഴും. അങ്ങനെ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇടയിൽ കൂടെ ഉള്ളതെല്ലാം ത്രെഡ് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമ്മൾ ഫ്രണ്ട് ബോഡി പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് ബോഡി പീസിൻ്റെ സെൻറ്ററിൽ ഞാനൊരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാൻവാസിലും ഒരു നോച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇതിനെ സെയിം ടു സെയിം ആയിട്ട് മാച്ച് ചെയ്ത് വെക്കുക. അതിന് ശേഷം നെക്കിൽ ആ ഓരത്തായിട്ട് തയ്ച്ചു കൊടുക്കുക. എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മൾ നെക്ക് പോലെയുള്ള ഭാഗങ്ങൾ വരുമ്പോഴേക്കും സ്വല്പം ടൈം എടുത്ത് ആ കേഴ്സൊക്കെ കറക്റ്റ് കിട്ടുന്ന പോലെ മാത്രം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. നമ്മൾ ധൃതി പിടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവിടെ ധൃതി പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷേപ്പൊന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതേപോലെ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കേർവ്സൊക്കെ എടുക്കാൻ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ ക്യാൻവാസും മെയിൻ ക്ലോത്തുമായിട്ടൊന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 പിൻ വെച്ചിട്ട് മുട്ടുസൂചി പോലെ എന്തെങ്കിലും എടുത്തിട്ട് ഒരു 3 വശത്തൂടെ കുത്തി വെക്കുക. സൈഡിൽ 2 സെൻറ്ററിലുമായിട്ട് കുത്തി വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ നെക്കിൻ്റെ സൈഡിൽ കൂടെ അടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു 1/4 ഇഞ്ച് സ്പേസ് ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് സൈഡിലെല്ലാം ചെറിയ ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ കോണിച്ച സൈഡ് വരുമല്ലോ, അപ്പോൾ ആ സൈഡിൽ നമ്മൾ അങ്ങനെ അങ്ങ് തയ്യലങ്ങ് കട്ട് ചെയ്ത് കളയണം. അതുണ്ടോ, അതേപോലെ അങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ടേൺ ചെയ്തെടുക്കേണ്ട വി പോലുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ കൃത്യം നൂലിൻ്റെ അടുക്ക വരെ ഓരോ നോട്ട്സ് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിക്കുന്ന സ്ഥലങ്ങളിലല്ല, ഇപ്പോൾ കർവ് വരുന്നിടത്ത് നോച്ച് ഇല്ലെങ്കിൽ ചുളിഞ്ഞ് കിടക്കും. വി വരുന്നിടത്ത് കൃത്യം നോച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ വീട് ആ പോയിൻ്റ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരും. നോച്ച് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ത്രെഡ് കട്ടായി പോകരുത് കേട്ടോ. നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന ഇത് കട്ടായി പോകരുത്. ബാക്കി ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കത്രിക, അതായത് നമ്മൾ തുണി വെട്ടുന്ന മൂർച്ചയുള്ള നമ്മുടെ കത്രിക മെഷീൻ്റെ സൈഡിൽ വെക്കരുതെന്നുള്ളത്. അപ്പോൾ 1-2 പേര് എന്നോട് ചോദിച്ചു എന്താണ് അങ്ങനെ വെച്ചാൽ എന്താണ് കുഴപ്പമെന്നുള്ളത്. നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് നമ്മൾ കത്രിക സൈഡിൽ എപ്പോഴും ഇരിക്കുന്ന സമയത്ത് അറിയാതെ അത് ചിലപ്പോൾ തട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. കത്രിക താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൂർച്ച പോകും. നമ്മൾ എത്രയൊക്കെ റെഡിയാക്കി എടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് റെഡിയായി കിട്ടണമെന്നില്ല. അതേസമയത്ത് ഇതേപോലെ ഒരു ത്രെഡ് കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ എളുപ്പമാണ്. ഇതേപോലെയുള്ള വലിയ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രിക എടുത്താൽ മതിയല്ലോ. ഇനി നമ്മൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് പ്രത്യേകിച്ചൊരു ടെൻഷനും അടിക്കാതെ കറക്റ്റ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനും ഷോൾഡർ ഫിനിഷ് ചെയ്യാനുള്ളൊരു മെത്തേഡാണിത്. അതായത് ഒന്നുമില്ല, നമ്മളിപ്പോൾ 2 സൈഡും ക്യാൻവാസ് വെച്ചിട്ടല്ലേ ഫിനിഷ് ചെയ്തത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും 2 ക്യാൻവാസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. ക്യാൻവാസ് ഇങ്ങനെ ഫോൾഡായി പോവാതെ 2 സൈഡിലെയും ക്യാൻവാസും ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പി കൊടുത്തേക്കുന്നെങ്കിൽ അത് അതുപോലെ തന്നെ അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കഴുത്തിൻ്റെ അവിടെ ഏറ്റക്കുറച്ചിൽ വരത്തില്ല, ഷോൾഡർ സൈഡിൻ്റെ അവിടെ ഏറ്റക്കുറച്ചിൽ വരത്തില്ല. ചിലപ്പോൾ നമ്മൾ ഷോൾഡർ അടിക്കുമ്പോഴത്തേനും ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും, അതായത് ഈ ക്യാൻവാസ് ഉള്ളിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കറിയാം നിങ്ങൾ പലർക്കും ഇതൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ.
ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു ഫിനിഷിങ് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എളുപ്പമാണല്ലോ, സ്ലീവ് ജോയിൻ ചെയ്യണം, പിന്നെ ബോഡി പീസ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, അതായത് സ്ലീവ് താഴെ വെച്ചിട്ട് ബോഡി പീസ് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാനായിട്ട്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യുവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ബ്രെയിനിലുണ്ടല്ലോ ചില സംഗതികൾ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചത് അതങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഇത്തിരി മാറ്റി ചെയ്യുമ്പോഴേക്കും അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുമല്ലോ. അതായത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് സെറ്റായിട്ടുള്ളത് ബോഡി പീസ് താഴെ വെച്ചിട്ട് സ്ലീവിൻ്റെ ഭാഗം മുകളിൽ വെച്ച് തയ്ക്കുന്നതാണ് ഞാൻ യൂസ്ഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ലീവ് താഴെ വെച്ച് ബോഡി പീസ് മുകളിൽ വെച്ച് തയ്ക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അതെങ്ങനെ ആയിരിക്കും എന്നൊന്ന് അറിയാനായിട്ടുള്ള ആകാംക്ഷയിൽ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ സ്ലീവ് തയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ എത്ര തന്നെ കട്ടിങ് കറക്റ്റായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തയ്ക്കുന്ന സമയത്ത് വലിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. അതിപ്പോൾ ബോഡി പീസും അതെ, സ്ലീവിൻ്റെ പീസും അതെ. വലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കും, ഒരു വലിഞ്ഞ ഫീല് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ സ്വല്പം പാടുപെട്ടിട്ടാണെങ്കിലും ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓൾറെഡി ഒരു സാധനമായിട്ട് യൂസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ വേറൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരത്തില്ലേ, അതിൻ്റെതായ ഒരിതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇങ്ങനെ ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ഭംഗി കൂടുതൽ അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കൂടുതൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇനി നമുക്ക് സൈഡത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 1.5 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ തയ്യൽ തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡ് ഭാഗം തയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ആം ഹോൾ വരുന്നിടമില്ലേ, സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗം, അത് സെയിം ടു സെയിം ആയിട്ട് മാച്ചാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് മറ്റേ ബസ്റ്റിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണല്ലോ, ഒരു സി ഷേപ്പ് പോലെയാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കണം, നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിറ്റിനെ അടിച്ച് വരരുത് കേട്ടോ. വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പിലേക്ക്, വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച്, ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഹിപ്പ് കഴിഞ്ഞ് താഴേക്ക് വരും തോറും നമ്മൾ അതിൻ്റെ വീതി കുറച്ച് വരണം. ഇതിലിപ്പോൾ ഞാൻ പോക്കറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് മോസ്റ്റ്ലി ഞാൻ വീട്ടിൽ ഇടാനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോക്കറ്റൊന്നും ഇതിൽ വെച്ചിട്ടില്ല. പോക്കറ്റൊക്കെ വെച്ച് നമുക്ക് നല്ല ഭംഗിയിൽ ഒരെണ്ണം വേറെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ 2 സൈഡിലും മെയിൻ സ്റ്റിച്ച്, അതായത് ആ ബേസ് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം ഉണ്ടല്ലോ ഒന്ന് അയൺ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഷേപ്പ് പിടിക്കാൻ പറ്റും കേട്ടോ. അതായത് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ മെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തയ്യൽ തുമ്പിൻ്റെ അങ്ങോട്ടേക്ക് എക്സ്ട്രാ അഴിച്ചു വിടാനൊക്കെ ആയിട്ട് 1-2 സ്റ്റിച്ചൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒന്ന് സൈഡൊക്കെ ഒന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നില്ലേ, നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ട് അതൊന്ന് ട്രേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ടേപ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് തല പുകയ്ക്കേണ്ട കാര്യം വരുന്നില്ല. ആ നോച്ചസ് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, എങ്ങനെയാണോ ട്രേസിങ് വരുന്നത് അതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഞാനിതെടുത്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 1.5 ഇഞ്ച് ബസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും കൊടുത്തിട്ട് ഹിപ്പിൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തിട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് താഴെ വശം മടക്കി അടിക്കേണ്ടിടം മടക്കി അടിക്കുക. അപ്പോൾ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഈസിയാണ് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് തയ്ക്കാൻ. പക്ഷേ ലൈനിങ് ഉള്ളതായിരിക്കും എപ്പോഴും ബെറ്റർ. ചില കോട്ടൺ തുണിക്കൊക്കെ എപ്പോഴും ലൈനിങ് ഉള്ളത് തന്നെയാണ് ബെറ്റർ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിപ്പെൻസ് ആണ് കേട്ടോ, ചില തുണികൾക്കൊന്നും ലൈനിങ് ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ലാത്ത തുണികളുണ്ട്, അത് നമ്മൾ നോക്കുക. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരുവിധം സിമ്പിളായിട്ട് എങ്ങനെ ഒരു ടോപ്പ് തയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് ഞാൻ ഉറപ്പായിട്ട് ഒരു വീഡിയോയിൽ ഇട്ടുകൊണ്ട് വരാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാനത് ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള കണ്ടൻറ്റ് കാണാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ടാറ്റാ.